എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം. 2025 മെയ് മാസം 11 തീയതി മുതൽ 2026 മെയ് മാസം 26 വരേക്കുമുള്ള കുംഭരാശിക്കാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അവിട്ടം 3-4 പാദങ്ങളും ചതയം 4 പാദവും പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളും അടങ്ങിയതാണ് കുംഭരാശി. എത്രയോളം നന്മകൾ തരും എന്നുള്ളത് ചിലപ്പോൾ കണക്കിട്ട് പറയാൻ പറ്റാത്ത വിധമായിരിക്കും. അതുകൊണ്ടാണ് 5 ഗുരു കെഞ്ചിനാലും കിട്ടത്തില്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യാഴമാറ്റം കുംഭരാശിക്കാർക്ക് ഇപ്പോൾ കിട്ടിയത് വളരെ സൗഭാഗ്യമാണ്. ആദ്യം തന്നെ എടുത്തു പറയാം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ കഷ്ടപ്പെട്ടു വന്ന ഒരു കഷ്ടപ്പാടിൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം നടക്കാനുള്ള ഒരു പാത തെളിയിക്കുകയാണ് 5-ാം ഇടത്തിൽ വ്യാഴം. ഒരുപാട് നന്മകൾ നടക്കും. ഈ 5-ാം ഇടത്തിൽ വരുന്ന വ്യാഴം നിങ്ങളുടെ 9, 11, 1 എന്ന് വെച്ചാൽ 1 നിങ്ങളുടെ ശരീരം, മനസ്സ് ഇതിനെ നോക്കുകയാണ്. വ്യാഴനോക്കിനെ ജ്യോതിഷ രീതിയാകെ ഒരുപാട് വർണ്ണിക്കാൻ സാധിക്കും. ഗുരു പാർവൈ കോടി നന്മ തരും എന്ന്, വ്യാഴനോട്ടം കോടി നന്മ തരും എന്നാണ്. പക്ഷേ ഈ വ്യാഴമാറ്റം കുംഭരാശിക്കാർക്ക് കോടാനകോടി നന്മകൾ തരും. അങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്. വ്യാഴം നിങ്ങളുടെ രാശിയെ നോക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നോക്കുന്നത് കോടാനകോടി പുണ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ വ്യാഴമാറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരു പുതിയ ഒരു പ്രസരിപ്പോടെ കാണാൻ പറ്റും. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വ്യാധികൾ മാറി നിങ്ങളൊരു ആരോഗ്യത്തുடன் കാണപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം. അതുമാത്രമല്ല, ഒരുവരുടെ രാശിയെ വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിശക്തിയും കായികമായിട്ടുള്ള ബലവും വളരെയധികം പ്രകാശമാകും എന്നുള്ളതാണ് ഒരു സത്യം. ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ 7.5 ശനി കാലത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഗ്രഹനില ഉണ്ടാകുമ്പോൾ നിങ്ങൾ അളവിന് അധികമായിട്ട് ഉദാരമതികളായി കാണും എന്നുള്ളതാണ് സത്യം. എന്തായാലും നിങ്ങൾക്ക് വരുന്ന പണവും മറ്റു കാര്യങ്ങളും അളവുക്കധികമായിട്ട് ആർക്കും കൊടുത്തു തീർക്കണ്ട. ചിലർ പൈസ കിട്ടിയ ഉടനെ തന്നെ ദേവാലയങ്ങളിൽ പോയി അന്നദാനം നടത്താം എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കും. അതേത് ദേവാലയം ആയിരിക്കട്ടെ, അവിടെ അന്നദാനം നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്കൊരുപക്ഷെ കീർത്തി ഉണ്ടാകാം. പക്ഷെ അതിൽ നിന്ന് ഒരു പൈസയുടെ പുണ്യം പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ 5,000, 10,000 ഒക്കെ ചെലവാക്കി അന്നദാനമോ മറ്റു കാര്യങ്ങളോ നടത്താതെ നിങ്ങളുടെ കയ്യിലുള്ള 5 രൂപ, 10 രൂപ ആയിരുന്നാലും ഇല്ലെങ്കിൽ ഒരു 50 രൂപ, 100 രൂപ ആയിരുന്നാലും അതിനൊരു പൊതി ചോറ് വാങ്ങി അത് അർഹിക്കുന്നവർക്ക്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവരെ തേടിപ്പിടിച്ച് ഒരു പരസ്യവും ചെയ്യാതെ കൊടുക്കുന്നതാണ് പുണ്യം. കുംഭരാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മേൽ പഠിപ്പ് പഠിക്കാൻ എന്ന് വെച്ചാൽ IAS അതുപോലുള്ള പഠിപ്പുകൾ പഠിക്കാനായിട്ട് അവസരം കിട്ടും. നിങ്ങളതിനെ ട്രൈ ചെയ്താൽ മതി. 5-ാം ഇടത്തില് വ്യാഴം വരുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ മക്കൾ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. അത്രയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല. കുംഭരാശിക്ക് ഇതുവരെ ഇല്ലാതിരുന്ന അളവിനൊരു അടക്കം, ഒരു മര്യാദ, ഭക്തി, ബഹുമാനം ഇതൊക്കെ നിങ്ങൾക്ക് താനാവേ വന്നു ചേരും. അതുമൂലം സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു മര്യാദയും ഒരു ബഹുമാനവും അതും വന്നു ചേരും. അച്ഛനോട് വഴക്കിട്ടിരുന്നവർ വീണ്ടും സ്നേഹമാവുകയും അച്ഛൻ്റെ ശരീര സുഖത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നവർക്ക് അത് ശരിയാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇപ്പോൾ ഉണ്ടാകും ഈ വ്യാഴമാറ്റത്തിൽ. കുംഭരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റ കാലത്ത്, അതും ഈ 7.5 ശനിയുടെ ഇടയിൽ സമ്പത്തുകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. പണവരവിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. പണം ഒരുപാട് വരും. അതുമൂലം നിങ്ങൾക്ക് പല രീതിയിലുള്ള ആദായവും ഉണ്ടാകും. ഭൂമി ലാഭം ഉണ്ടാകും. ഭൂമി ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭൂമി വാങ്ങിച്ചിടും ഓരോരുത്തർ. ഇല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള ബിസിനസ്, ലാൻഡ് ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതേപോലെ ജോലി ചെയ്യുന്നവർക്ക് അതിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ വ്യാഴമാറ്റക്കാലത്ത് നിങ്ങൾക്ക് സ്വത്ത് ചേർക്കണം, പണം ചേർക്കണം, സ്വർണം ചേർക്കണം എന്നൊക്കെ വലിയ വലിയ ആഗ്രഹം വന്നു ചേരും. അതുകൊണ്ടൊന്നും തെറ്റില്ല. കാരണം നിങ്ങൾ ഏഴരശനിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പണം ചേർക്കണമെന്ന് തോന്നുന്നത് ഒരു തെറ്റുമില്ല. നിങ്ങളുടെ മുഖത്തിൽ ഒരു വലിയ അഴക് വന്ന് പ്രതിഫലിക്കും. കണ്ണുകളിൽ ഒരു തീഷ്ണത ഉണ്ടാകാൻ തുടങ്ങും. ഇത് ഈ വ്യാഴ നോട്ടത്തിന് ഉണ്ടാകുന്ന പ്രത്യേകതകളാണ്. നിങ്ങളുടെ 9-ാം ഇടത്തെ വ്യാഴം നോക്കുന്നതിനാൽ നിങ്ങൾക്ക് അധിഷ്ടം വന്ന് ചേരും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അധിഷ്ടം വരും എന്നും പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിച്ചൊന്നും ഇരിക്കണ്ട. അധിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ അതാണ് അധിഷ്ടം. അത് വരും. അത് നിങ്ങൾ ആലോചിക്കാതെ അങ്ങ് ഇരുന്നാൽ മതി. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള അധിഷ്ടം വന്നു ചേരും. 9-ാം ഇടത്തിനെ കുറിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയേ കാര്യങ്ങളും മേന്മയടയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് പണവരവുണ്ടാകും. ഈ 9-ാം ഇടത്തിന് വ്യാഴം നോക്കുന്നത് കൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണവരവുണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾ കുറെ കാലം മുമ്പ് പണം കൊടുത്തിട്ട് ഇതുവരെ തിരിച്ച് കിട്ടാത്ത ഉണ്ടല്ലോ, ആ തിരിച്ചു കിട്ടാത്തിടത്തുനിന്ന് നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ചെയ്യാൻ ഒരുപാട് ഭാഗ്യമുണ്ട്. അത് ഒരു യാത്രയല്ല, ഒരുപാട് യാത്രകൾ, ദൂരയാത്രകൾ, സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റ്, രാജ്യം വിട്ട് വേറെ രാജ്യത്തിലോട്ട്, അങ്ങനെയൊക്കെ യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും. ആ യാത്രകൾ മൂലം നിങ്ങൾക്ക് നല്ലതും നടക്കും. ജോലിക്കായി വിദേശത്തോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് വിദേശയാത്രയ്ക്ക് ഭാഗ്യമുണ്ടാകുന്നുണ്ട്. എല്ലാം ആലോചിച്ച് വേണം. ഏഴരശനിയാണ് നടക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കുറേ കാലമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ വസിക്കുന്നവർ, ഇല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ വസിക്കുന്നവർ, നമ്മുടെ നാട്ടിലോട്ട്, സ്വന്തം ജനിച്ച നാട്ടിലോട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ പറ്റാതിരുന്നവർ, അവർക്കൊക്കെ തിരിച്ച് നാട്ടിലോട്ട് വരാനുള്ള ഒരവസരം തീർച്ചയായിട്ടും 5-ാം ഇടത്തിലെ വ്യാഴം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. അതും വളരെ സന്തോഷമായിട്ട് തന്നെ നാട്ടിൽ വന്ന് സെറ്റിലാവാനുള്ള ഒരവസരം ഉണ്ടാക്കും. ഈ 9-ാം ഇടത്തിൽ വ്യാഴം നോക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ 11-ാം ഇടത്തെയും വ്യാഴം നോക്കുന്നുണ്ട്. നിങ്ങളുടെ രാശിക്ക് 11-ാം ഇടത്തിലെ വ്യാഴം നോക്കുന്നുണ്ട്. 11-ാം ഇടമെന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ അമിതമായ ലാഭം വരും, പണവരവുണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അളവുക്ക് പണം തീർച്ചയായിട്ടും വരാൻ സാധ്യതയാണ്. ഈ ഒരു 4-5 വർഷമായിട്ട് കുംഭരാശിക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതിൽ നിന്നും ഒരു വിമുക്തി നേടാനുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങളുടെ കടം കുറച്ച് തീരും. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണം കുറച്ച് തിരിച്ചു വരും. ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമി തിരികെ പിടിക്കാനുള്ള പണവും നിങ്ങളുടെ കയ്യിൽ വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. 5-ാം ഇടത്തിലെ വ്യാഴം ചുമ്മാതെ വന്നിട്ടൊന്നും പോകാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏഴരശനിയാണ്, പുതുതായിട്ട് തുടങ്ങാൻ പാടില്ല എന്നൊക്കെ ചിലർക്ക് മനസ്സിൽ ഐഡിയ ഉണ്ടായിരിക്കും. ഞാനും പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 5-ൽ വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങണം എന്ന് വെച്ചാൽ വ്യാപാരം, തൊഴിൽ, എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കമ്പനികൾ എന്തെങ്കിലും നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തുടങ്ങാം. അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധ്യതകൾ കൂടുതലാണ്. ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ അധികം മുതലീടുകൾ ചെയ്ത് നിങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല. കുറച്ച് ഒരു 5 ലക്ഷം, മാക്സിമം ഒരു 8 ലക്ഷം അങ്ങനെയൊക്കെ ക്യാപിറ്റൽ ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങളുടെ തൊഴിലിൽ, ഉദ്യോഗത്തിൽ ഇതുവരെ ഇരുന്ന ഒരു 5-6 വർഷം കൊണ്ട് ഇരുന്ന മന്ദഗതി മാറി ഒരു സ്പീഡ് ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം, ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് പുതിയ ചുമതലകൾ നിങ്ങൾ വഹിക്കേണ്ടി വരും. അത് താനാവേ വരും. അതുമൂലം നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും മനസമാധാനവും, അതുമാത്രമല്ല ആദായവും പണപരവും ഒക്കെ ഉണ്ടാകും. ആഹാ, നമ്മുടെ ജീവിതം മാറി
ഇനി സന്തോഷം തന്നെയാണ് എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും. എന്നാലും 2026 മെയ് 26-ാം തീയതിക്ക് ശേഷവും നിങ്ങൾ 7ാം ശനിയിലാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. സ്വത്തുക്കളിൽ ഇരുന്ന പ്രശ്നങ്ങൾ, ചിലർക്ക് ഭൂമി വാങ്ങി എന്തെങ്കിലും പ്രശ്നത്തിൽ ഒക്കെ കുടുങ്ങിയിരിക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ ബന്ധുക്കൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, കുടുംബത്തിലെ സഹോദരങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു തീർവ് തീർച്ചയായിട്ടും ഉണ്ടാകും. മതം സംബന്ധപ്പെട്ട ദേവാലയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഈടുപാടുകൾ ഉണ്ടാവും. അതൊന്നും തെറ്റില്ല, അത് നല്ല കാര്യങ്ങളാണ്. പക്ഷേ ചില ആൾക്കാർ, അതും കുംഭരാശിക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈടുപെടുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അങ്ങ് ചെലവാക്കി അങ്ങ് തീർക്കും. അത് വരാൻ പാടില്ല. നിങ്ങൾ ഏത് മതത്തിലുള്ളവരായിരുന്നാലും ഏത് ദേവാലയ കാര്യങ്ങളായിരുന്നാലും ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. കയ്യിലുള്ള പണം ചെലവാക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ ആയിരിക്കണം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സജഷൻസ് പറയുന്നത്. കാരണം വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മുൻപേ കൂട്ടി അറിയാവുന്നത് കൊണ്ടാണ് സജഷൻസ് വെക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് ഒരു വഴികാട്ടിയാണ്. അതൊരു ജാതിയെന്നോ ഒരു മതമെന്നോ ഒരു വർണ്ണമെന്നോ ഒന്നിൻ്റെയും ചാരെ നിൽക്കുന്നതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുകയും അവരുടെ കാൽക്കളിൽ വീഴുകയും ചെയ്യുന്നത് നിങ്ങൾ കട്ടായം നിർത്തണം. ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല. പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ അമിതമായി പണം ചെലവ് ചെയ്യരുത്. ആരെങ്കിലും ചോദിച്ചാലും നിങ്ങൾ കൊടുക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും കുംഭരാശിക്ക് ഈ ഒരു വർഷക്കാലം, ഈ 12 മാസക്കാലം ഒരു പൊന്നാന കാലം തന്നെയാണ്. നിങ്ങളുടെ നഷ്ടങ്ങൾ ഈടുകെട്ടാനും നിങ്ങൾക്ക് ഇതുവരെ ഇരുന്ന കഷ്ടങ്ങളല്ലാതെ പോകുന്നതായിട്ടുള്ള കാലഘട്ടവുമാണ് ഈ വളരെ നല്ല കാലം. ജന്മശനിക്കും പാദശനിക്കും ഇടയിൽ വരുന്ന ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു കാലം തന്നെയാണ്. നിങ്ങൾ തന്നെ പറയും പിന്നീട്, ആ ഒരു വർഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം വളരെ മനോഹരമായിരുന്നു, എങ്ങനെ പോയെന്ന് തന്നെ അറിയത്തില്ല എന്നൊക്കെ നിങ്ങൾ പറയും. ഇതിന് ശേഷം പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത കുറേയേറെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. കാരണം 9-ാം ഇടത്തെ വ്യാഴം നോക്കുന്നത് കൊണ്ട്. അതുമാത്രമല്ല, ലാഭസ്ഥാനത്തും വ്യാഴം നോക്കുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് ഒരു മനുഷ്യന്, നിങ്ങൾ തന്നെ സാധാരണമായിട്ട് ചിന്തിക്കും, ഇപ്പം ജ്യോതിഷത്തിനെ കുറിച്ച് അറിയാത്തവരായാലും സാധാരണമായിട്ട് ഒരു മനുഷ്യന് ലാഭം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പണം തീർച്ചയായിട്ടും വരുമെന്നാണ്. ഭാഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം അധിഷ്ഠം എന്നൊക്കെ പറയുന്നത് അതുണ്ടെങ്കിൽ പിന്നെ ഈ 2 കാര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഈ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വ്യാഴമാറ്റക്കാലത്ത് കുംഭരാശിക്കാർക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. പിന്നെ വീണ്ടും ഒന്ന് പറയുകയാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉദാര മനസ്കത കൊണ്ടും ദാനധർമ്മ ചിന്തകൾ കൊണ്ടും മൊത്തം അങ്ങ് ചെലവാക്കി കളയരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പുഷ്ടി പിടിച്ചതിന് ശേഷം മാത്രമേ ബാക്കി ചെലവ് ചെയ്യാവൂ. അതും മതപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ മതത്തിലും പറയുന്ന 1% എന്നാണ്. അത് തന്നെ ഇപ്പോൾ ആവശ്യമില്ല. 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു 100 രൂപ ചെലവാക്കിയാൽ മതി എന്നുള്ള കണക്കും നിങ്ങൾ വെച്ചിരിക്കണം. രഹസ്യമായി, ചില സമയം പരസ്യമായും കുബേരനെ പോൽ ജീവിതം നയിക്കുന്ന കുംഭരാശിക്കാരെ, നിങ്ങൾക്ക് ഈ വർഷം, ഈ വ്യാഴമാറ്റക്കാലം ഒരു പൊന്നാന കാലം തന്നെയാണ്. അപരിമിതമായ ലാഭവും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. കരകൗശല ഉൽപ്പന്നങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും അത് വിൽക്കുന്നവർക്കും അപരിമിതമായ ലാഭമുണ്ടാകാൻ ഈ ഗ്രഹനില സഹായം ചെയ്യും. കുംഭരാശിക്കാർക്ക് മൊത്തത്തിൽ ഒരു ബുദ്ധിക്കൊരു തെളിവും ഒരു ഉന്നമനവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിദ്യാർത്ഥികൾ വളരെ നന്നായിട്ട് പഠിക്കുകയും
അതിൽ പട്ടങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഏതെങ്കിലും വലിയ വലിയ പരീക്ഷകൾ എഴുതുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 100% വിജയം കൊയ്യാൻ സാധിക്കും. കുംഭരാശിക്കാർ, വീട്ടമ്മമാർ, ഇപ്പോൾ കഴുത്തിലും കാതിലും ഇല്ലാതെ നടക്കുന്ന കുംഭരാശിക്കാരും ഉണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ നിങ്ങൾ പണയം വെച്ചോ വിറ്റോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ സ്വർണത്തിന് ഒരു ഭാഗമെങ്കിലും തീർച്ചയായിട്ടും തിരികെ കയ്യിൽ വന്നു ചേരും. സ്വർണം പണയം വെച്ചിട്ട് ഉള്ളവർക്ക് അത് തിരിച്ചെടുക്കാനുള്ള സാമ്പത്തികം വന്നു ചേരും എന്നുള്ളതാണ് ഒരു വലിയ സത്യം. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ഭാഗമെങ്കിലും എന്ന് പറഞ്ഞു. അത് ഓരോരുത്തരുടെ ഗ്രഹനില, അവരുടെ ജനിച്ച ജാതകത്തിനനുസരിച്ച്, ദശാബുദ്ധിക്കനുസരിച്ച്. ചിലപ്പോൾ ഈ 5-ാം ഇടത്തിൽ ഇരിക്കുമ്പോൾ, 5-ാം ഇടത്തിൽ വ്യാഴം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും തീർന്നു പോകാൻ സാധ്യതകളുമുണ്ട്. 5-ാം ഇടത്തിൽ വ്യാഴം വരുമ്പോൾ മനസ്സിനകത്തൊരു തരളിത ഭാവമുണ്ടാകും, സ്നേഹമുണ്ടാവും, പ്രേമമുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ ഇരുന്ന പിണക്കങ്ങളൊക്കെ തീർന്ന്, ഡൈവേഴ്സൊക്കെ ആയിട്ട് പോയവർ തിരിച്ച് ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും. പിന്നെ കുംഭരാശിക്കാരായിട്ടുള്ളവർ കുറച്ച് വിട്ടുകൊടുത്ത് പോകണം. കടും പിടിപിടിച്ച് നിൽക്കാൻ പാടില്ല. ആര് ജ്യോതിഷം നോക്കാൻ വന്നാലും ചോദിക്കുന്ന കാര്യമാണ് ആദ്യം, ഞങ്ങൾക്ക് ജീവിതത്തിൽ പണം വരാൻ സാധ്യതയുണ്ടോ എന്നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പണമുണ്ടെങ്കിൽ നമ്മളെല്ലാം നമുക്ക് സാധിക്കാം എന്നുള്ളതാണ്. ഏറെക്കുറെ അത് വലിയ സത്യവും തന്നെയാണ്. കുംഭരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റക്കാലത്ത് ഒരുപാട് പണവരവുണ്ട്. സ്വർണം ചേരും, വസ്ത്രങ്ങൾ ചേരും, സൗഭാഗ്യങ്ങൾ ചേരും, അധിഷ്ടം വരും, കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും. ഇതിൽ യാതൊരുവിധ മാറ്റവുമില്ല. നിങ്ങളുടെ 11-ാം വീട്ടോൻ 5-ാം ഇടത്തിൽ വന്ന് 11-ാം പാർവയാകെ 11-ാം ഇടത്തെ നോക്കുമ്പോൾ അപരിമിതമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ജ്യോതിഷശാസ്ത്രം വെളിപ്പെടുത്തുന്ന ഒരു മഹത്തായ സത്യമാണ്. മരുന്ന് ഗുളികകൾ തയ്യാറിക്കുന്ന കമ്പനികൾ, അത് വിൽക്കുന്ന കടക്കാരൻ, അത് ഉപയോഗിക്കുന്ന എല്ലാവരും, ഡോക്ടേഴ്സ്, എല്ലാവർക്കും വളരെ നല്ല ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നും ഒരുപാട് ലാഭമുണ്ടാകാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഈ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ആബാലവൃദ്ധം ജനങ്ങൾക്കും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇല്ല. പക്ഷേ ഇതിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകും. കാരണം ഇപ്പോൾ 5-ാം ഇടത്തിലെ വ്യാഴം എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മനസ്സിലൊരു തരളിത ഭാവമുണ്ടാക്കും, ഒരു പ്രേമമുണ്ടാക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യാഴമാറ്റക്കാലത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രേമമോ ബന്ധമോ ഒക്കെ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തായിരിക്കും എന്ന് വെച്ചോളൂ. അപ്പം നിങ്ങൾ ദിവസവും വാഹനമെടുത്ത് നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിൽ നിന്ന് അടുത്ത ടൗണിലോട്ടോ ദിവസവും ആ ഒരു ബന്ധത്തിന് വേണ്ടി യാത്ര ചെയ്യുകയും അതിനുവേണ്ടി കാശ് ചെലവാക്കുകയും നിങ്ങളുടെ സമയത്തെ ചെലവാക്കുകയും ചില പേര് ജോലിക്ക് പോകാതെ തന്നെ അങ്ങനെയൊക്കെ ചെലവിടുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഉണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ നിങ്ങൾ തന്നെ ചങ്ങല വാങ്ങിക്കണം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, കുംഭരാശിക്കാർ ഇപ്പോൾ മന്ത്രതന്ത്രങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടും. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നും, അതിലൊരു തെറ്റുമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഉള്ള 7 ശനിയുടെ കരാള കഷ്ടങ്ങളിൽ പിടിപെട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നും ഇതാരെങ്കിലും നമുക്ക് കൂടോത്രം ചെയ്തതാണോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളുടെ അടുത്ത് അത് പറഞ്ഞ് നമ്മളുടെ മനസ്സിലോട്ട് കുത്തിവെക്കും. അപ്പം നിങ്ങൾ മന്ത്രവാദിയെ തേടിപ്പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനും അതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളിപ്പോൾ കുംഭരാശിക്കാർ നിങ്ങളിപ്പോൾ തേടിപ്പോയി കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള, അത് നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും ഒക്കെ ചേർന്ന രീതിയിൽ ചെയ്യുന്ന
പണം കൂടുതൽ അപഹരിക്കാത്ത, എന്ന് വെച്ചാൽ നല്ലവരായിട്ടുള്ള മന്ത്രവാദികളുടെ അടുത്ത് നിങ്ങൾ പോയി ചേരത്തില്ല. അതിൽ നിന്നും നിങ്ങൾക്ക് ഫലം കിട്ടത്തില്ല, നിങ്ങളുടെ പണം മാത്രമാണ് നഷ്ടമാകുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഞാൻ എല്ലാ ഇതിലും പറയാറുണ്ട്, 13 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള യൗവനയുക്തകളായിട്ടുള്ള ആൺ പെൺ കുംഭരാശിക്കാരെ, നിങ്ങൾക്കിപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്, വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ പുതിയ ഉദ്യാനങ്ങൾ തേടി നിങ്ങൾ പോകും. കടൽക്കരയും നദിക്കരയും പുഴയോരങ്ങളുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പൂവിട്ട് കുളിരണിയിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹം ചിലപ്പോൾ തേടി വരും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ നിശ്ചയിക്കും. സമയവും കാലവും ഒക്കെ നോക്കി നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുംഭരാശിക്കാർക്ക് ഇപ്പോൾ ഡൈവേഴ്സായി പിരിഞ്ഞിരിക്കുന്നവർക്ക് ഒന്നുചേരാൻ സാധ്യതകളുണ്ട്. എന്നാലും ഈ വ്യാഴമാറ്റക്കാലം 5 മാസം വ്യാഴം മിഥുനത്തിലും, വീണ്ടും 3 മാസം വ്യാഴം കർക്കടകത്തിലും, വീണ്ടും 4 മാസം മിഥുനത്തിലും ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നെങ്കിൽ 2 മാസം കഴിയട്ടെ, 5 മാസം കഴിഞ്ഞ് പറയാം എന്ന് നിങ്ങൾ തള്ളി പോകാതെ ഉടനെ തന്നെ തീരുമാനമെടുത്ത് അതിലോട്ട് കടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഒരു രാശിയിൽ സ്ഥിരമായിട്ട് വ്യാഴം നിൽക്കുന്നില്ല. ആദ്യത്തെ 5 മാസം നിങ്ങൾക്ക് 5-ാം ഇടത്തിലും, അത് കഴിഞ്ഞുള്ള 3 മാസം നിങ്ങൾക്ക് 6-ാം ഇടത്തിലും, ആ 3 മാസം കഴിഞ്ഞുള്ള 4 മാസം വീണ്ടും നിങ്ങൾക്ക് 5-ാം ഇടത്തിലും വന്നിരിക്കും. 6-ാം ഇടത്തിൽ പോകുമ്പോൾ വ്യാഴം കൂടുതൽ ടൈമും വക്രഗതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. നിങ്ങൾക്ക് 5-ാം ഇടത്തിൽ സംഭവിക്കേണ്ട ഫലങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. ഈ വ്യാഴമാറ്റക്കാലം കുംഭരാശിക്ക് ഒരു വലിയ യാത്ര കഴിഞ്ഞ്, ഒരുപാട് മണിക്കൂറുകൾ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം സ്വന്തം വീട്ടിൽ വന്ന് ഒന്ന് കാലും നീട്ടി ഇരുന്ന പോലുള്ള ഒരു ആശ്വാസം തീർച്ചയായിട്ടും കിട്ടും. ഇത്രയും കാലം പണി തീരാതെ, എന്ന് വെച്ചാൽ വീട് കെട്ടി പാതിയിൽ നിന്നിരുന്നവർക്ക് അത് പണി തീർത്ത് പാല് കാച്ചാനുള്ള അവസരം തീർച്ചയായിട്ടും കിട്ടും. അത് നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത, എന്ന് വെച്ചാൽ 2026 മെയ് മാസം 26-ാം തീയതിക്ക് മുമ്പേ നിങ്ങൾ പാല് കാച്ചി വീട്ടിനകത്ത് പോകണം. അതിനൊരു 2 മാസം മുമ്പേ ചെയ്ത് തീർത്താൽ വളരെ ഭംഗി, എല്ലാം സന്തോഷം. തീ, വൈദ്യുതി, ഇത് രണ്ടും സംബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്നവർ, അല്ലെങ്കിൽ അത് സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിൽക്കുന്നവർ, എല്ലാവർക്കും വളരെ ഉന്നമനത്തിനുള്ള കാലങ്ങളാണ്. വളരെയധികം ലാഭവും അതിൽ നിന്ന് ആദായവും ഒരുപാടുണ്ടാകും. കുംഭരാശി കലാകാരന്മാർക്ക് 5-ാം ഇടത്തെ വ്യാഴം ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവന്ന് ചേർക്കും. വളരെ മനോഹരമായിട്ട് ചെയ്തു തീർത്ത് അതിൽ നിന്ന് പുകഴും ആദായവും ചേർക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ട, 7 ശനിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതിനെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും നിങ്ങളുടെ ശക്തി കൊണ്ടും, പിന്നെ വ്യാഴം ഗ്രഹം തരുന്ന അധിഷ്ഠങ്ങളും അമിതമായിട്ടുള്ള ലാഭങ്ങൾ കൊണ്ടും നിങ്ങൾ തച്ചുടച്ച് മുന്നേറുമെന്നുള്ളതാണ് ഒരു മഹാസത്യം. ഒരുപാട് പറയാനുണ്ട്, സമയക്ലിപ്തത കൊണ്ട് ഞാൻ കുറയ്ക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വളരെ നല്ല ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. 5-ാം ഇടത്തിൽ വ്യാഴമിരിക്കും കാലം നിങ്ങൾക്ക് പൊന്നാന കാലമാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും നന്ദി.